ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഞാൻ വീണ്ടും ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ വന്നിട്ടുണ്ടേ. ഞാൻ കഴിഞ്ഞ ദിവസം ഇതേപോലൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഇട്ടിരുന്നേ. അപ്പോൾ അതിൽ ഒരുപാട് പേര് പറഞ്ഞു ഇതുപോലുള്ള വീഡിയോ ഇനിയും ചെയ്യേ. അങ്ങനെ ഞാൻ രാവിലെ ഉറക്കമൊക്കെ എണീച്ചു, പല്ലൊക്കെ തേച്ചു, കുളിച്ചു. ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് 3 ബ്രെഡാണ് എടുത്തേ. ബ്രെഡിൽ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് നെയ്യൊക്കെ പുരട്ടി ഇതേപോലെ റോസ്റ്റ് ചെയ്തെടുത്തു, കൂടൊരു കട്ടൻ കാപ്പിയും. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് തുണി അലക്കാൻ പോവാന്നേ. നമ്മുടെ തുണി അവിടെ വാഷ് മെഷീനിൽ കിടപ്പുണ്ടേ. അപ്പം ഒരു 11 മിനിറ്റ് കൂടെ ബാലൻസ് വേണം. ഒന്ന് വാഷായി ഇനി ഡ്രൈ ആയി വരാനുള്ളട്ടെ. അങ്ങനെ വാഷിങ്ങും ഡ്രൈയിങ്ങും ഒക്കെ കഴിഞ്ഞ് ഞാൻ റൂമിലെത്തിയേ. വീട്ടിലെത്തിക്കഴിഞ്ഞ് നല്ല വിശപ്പ്. അന്നേരം നമുക്കിനി ലഞ്ച് തയ്യാറാക്കാം. ഒരു സൈഡിൽ മീൻകറി എങ്ങോട്ട് തിളക്കുന്നുണ്ട്. അടുത്ത സൈഡിൽ ഞാൻ അരി അടുപ്പിലോട്ട് ഇട്ടിട്ടുണ്ടേ. പിന്നീട് ഇനി നമുക്ക് ഫിഷ് ഫ്രൈ അങ്ങോട്ട് സെറ്റാക്കാം. നല്ല ചൂടെണ്ണയിൽ ഫിഷ് അങ്ങോട്ട് കിടന്ന് ഫ്രൈ ആയി വരട്ടെ. അങ്ങേ സൈഡിൽ ഇരിക്കുന്നത് ഞാൻ ഇന്നലെ ട്രൈ ചെയ്ത ഒരു അരിപ്പായസ റെസിപ്പിയാണ്. അടിപൊളി ടേസ്റ്റ് ആയിരുന്നേ. ഇനി നമുക്കൊരു തോരൻ കൂടി സെറ്റാക്കാം. ക്യാരറ്റും ബ്രക്കോളിയും മഷ്റൂമും കൂടെ വെച്ചിട്ട് എൻ്റെ ഫസ്റ്റ് ട്രൈയിലൊരു തോരനാണേ. ശരിക്കും ഇതെല്ലാം ഒന്ന് കുഞ്ഞു കുഞ്ഞായി നമ്മുടെ തോരനെ പോലെ ഒന്ന് അരിഞ്ഞ് പിന്നീട് തോരന് ചേർക്കുന്ന അരപ്പും ഞാൻ ഇതേപോലെ ചേർത്ത് കൊടുത്തു. തേങ്ങയും മഞ്ഞപ്പൊടിയും പിന്നീട് ഉപ്പും പിന്നെ നമ്മുടെ വെളുത്തുള്ളി ഇതും കൂടെ ചേർത്ത് ചതച്ച് സെറ്റാക്കി അതിലിട്ട് കൊടുത്തു. അങ്ങനെ അതും അങ്ങോട്ട് റെഡിയായി വന്നു. പിന്നെ നമ്മുടെ കുറച്ച് പാത്രമുള്ളായിരുന്നു, അതെല്ലാം കഴുകി ഇവിടെ എല്ലാം ക്ലീനാക്കി സെറ്റാക്കി. ഇന്ന് വൈകിട്ട് കഴിക്കാനായിട്ട് കടലക്കറിയും പുട്ടുവാണേ. അപ്പോൾ ഇനി നമുക്ക് ഇങ്ങോട്ട് കടലക്കറി ഇങ്ങോട്ട് തയ്യാറാക്കാം. പിന്നീട് ഞാൻ ഇന്നലെ ഇട്ടിരുന്നൊരു ഡേ ഇൻ മൈ ലൈഫിൽ കുറച്ച് പേര് ചോദിച്ചിരുന്നേ, ഞാനിവിടെ വന്നത് പഠിക്കാനാണോ ജോലിക്കാണോ, അങ്ങനെ കുറച്ച് ചോദ്യങ്ങളുണ്ടായിരുന്നേ. ഞാൻ ഇവിടെ വന്നത് പഠിക്കാനാട്ടോ. 2 വർഷം മാസ്റ്റേഴ്സ് പഠിക്കാനാണ് വന്നത്. ഇപ്പം ഞാൻ ഫിൻലൻഡിൽ വന്നിട്ട് ഒരു മാസം കഴിഞ്ഞതേ ഉള്ളൂ. കോളേജിൽ കുറച്ച് പ്രോജക്ട്സും പിന്നെ കുറച്ച് ഓൺലൈൻ ക്ലാസ്സസും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു ഒരു സൈഡിൽ കൂടെ. അതിൻ്റെ കൂടെ തന്നെ പാർട്ട് ടൈം ജോലികൾ ഇങ്ങനെ തപ്പിക്കൊണ്ടേയിരിക്കുന്നു ഒരു സൈഡിൽ നിന്ന്. പിന്നീട് നിങ്ങൾക്ക് സ്റ്റുഡൻറ്റ് വിസയിൽ വരുമ്പം എങ്ങനെയാണ്, എന്തൊക്കെ പ്രോസസ്സാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് എന്നൊക്കെ അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടെ. ഞാൻ എങ്ങനെയാണ് വന്നത്, ഞാൻ എന്തൊക്കെ പ്രോസസ്സാണ് ചെയ്തത് ഇങ്ങോട്ട് വരാനായിട്ട്. അപ്പം എനിക്കുള്ളൊരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഞാനൊരു ലോങ് വീഡിയോ ആയിട്ട് എന്നെ പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് തരാം. അപ്പം നിങ്ങൾക്ക് യൂസ് ആവുകയാണെങ്കിൽ അത് നല്ലൊരു കാര്യമല്ലേ. ഈ സമയം കൊണ്ട് നമ്മുടെ കടല നന്നായി വെന്ത് സെറ്റായി വന്നിട്ടുണ്ടേ. ഞാൻ അതിനിതാ ഈ ഒരു പാത്രത്തിലാക്കി ഒന്നും കൂടെ ഒന്ന് തിളപ്പിക്കാനായിട്ട് അടച്ചു വെച്ചിട്ടുണ്ടേ. അങ്ങനെ നന്നായി തിളച്ച് കുറുകിയ നമ്മുടെ കടലക്കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ടേ. നമ്മൾ കുറച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഞാൻ തയ്യാറാക്കിയോണ്ട് പറയാമല്ലോ, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഞാൻ കടലക്കറിയൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് കുറച്ച് നടക്കാൻ ഇറങ്ങി കേട്ടോ. എനിക്കിപ്പം ഇവിടെ വന്നതിന് ശേഷം വൈകുന്നേരങ്ങളിൽ കുറച്ച് നടക്കാൻ പോകുന്നത് ഭയങ്കര ഇഷ്ടം കേട്ടോ. ഈ ചെറിയൊരു തണുപ്പും ചെറിയൊരു ചൂടും ഒക്കെ ആയിട്ടുള്ള കാലാവസ്ഥയിൽ നടക്കാൻ പോകുക അടിപൊളി കേട്ടോ. ഇവിടെ നിങ്ങൾ കാണുന്ന ബ്രൗൺ ബിൽഡിംഗ് ഇല്ലേ, അതാട്ടോ എൻ്റെ കോളേജ്. ഇവിടുന്ന് ഒരു പാലം കടന്ന് അപ്പുറത്തിറങ്ങുമ്പം എൻ്റെ കോളേജ് ആവുകയെ. ശരിക്കും ഞാൻ വന്ന സമയത്ത് റോഡേതാ തോടേതാ ബിൽഡിംഗ് ഏതാന്ന് അറിയാൻ വയ്യാത്ത രീതിയിൽ മഞ്ഞായിരുന്നേ. ശരിക്കും ഈ സമയത്തൊക്കെ ഈ സ്ഥലങ്ങൾ കാണാൻ അടിപൊളി രസം കേട്ടോ. മഞ്ഞിൽ വേറൊരു വൈബും ഈ ഒരു സമയത്ത് വേറൊരു വൈബുമാണ്. ഇനി കുറച്ച് നാളും കൂടെ കഴിയുമ്പോൾ പച്ചപ്പാവും കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഭംഗിയായിരിക്കും കാണാനെന്ന്. അങ്ങനെ ആ നടത്തമൊക്കെ കഴിഞ്ഞ് വന്ന് ഇനി നമുക്ക് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കാച്ച എണ്ണ തേച്ചൊരു കുളി കേട്ടോ. ശരിക്കും ഈ കാച്ചി എണ്ണയൊക്കെ തേച്ച് ചൂടുവെള്ളത്തിലൊരു കുളി കുളിച്ചുണ്ടല്ലോ, അടിപൊളിയാണെന്നേ. ഇനി ഞാൻ പോയി ഒരു ചൂട് കാപ്പിയൊക്കെ കുടിച്ച് കുറച്ച് റെസ്റ്റ് എടുക്കട്ടെന്നേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഡേ ഇൻ മൈ ലൈഫ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ലവ് യു ഓൾ. ബൈ ബൈ.